എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് കാന്തപുരം. ആ കാന്തപുരം ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടതിന് മറ്റെന്തെങ്കിലും നമ്മൾ ഈ പുറത്ത് കാണുന്നതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പോഴുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവാൻ വിരോധമില്ല എന്നൊരു മെസ്സേജാണ് കാന്തപുരം കൊടുക്കുന്നത്. കാന്തപുരം പ്രകടമായിട്ട് ഒരു സിഗ്നൽ തരുന്നില്ല. പക്ഷേ ഒരു സിഗ്നൽ തരാൻ എനിക്ക് വിരോധവുമില്ല. അതെ, ഈ നമ്മൾ ഈ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള അവസ്ഥ. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശമില്ല, പക്ഷേ ഇരിക്കുന്നത് ഹോട്ടലിലാണ്. ഈ ഒരവസ്ഥയിലാണ് കാന്തപുരം ഇവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത് അറിയാതെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഓടി നടക്കുന്ന കാലത്തായിരുന്നെങ്കിൽ ഇവരെയൊക്കെ കണ്ടു, കൂടെ മോഡിയെ കണ്ടു, മോദിയെ കണ്ടപ്പോൾ ഓർക്കാതെ ഇത് പറഞ്ഞു പോയി, അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ പ്രായത്തിൽ കരുതി കൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് ഈ പ്രായത്തിൻ്റെ അവശതകളെ മറികടന്ന് വീൽ ചെയറിൽ ഡൽഹി വരെ പോകണമെങ്കിൽ, മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ജസ്റ്റർ നോക്കൂ. കാന്തപുരം വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി അടുത്ത് നിന്ന് സംസാരിച്ച് യാത്രയാക്കുന്നു. സാധാരണ അത്രയൊന്നും പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമില്ല കാന്തപുരത്തോട്. ശരി, ഓക്കെ എന്ന് പറയുന്നു, കാന്തപുരം വീൽ ചെയറിൽ സ്ഥലം വിടുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ആ വീൽ ചെയറിൽ കാന്തപുരം ഇരിക്കുകയും പ്രധാനമന്ത്രി തൊട്ടടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഫോട്ടോ വരണമെന്ന് ഒന്നുകിൽ കാന്തപുരത്തിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഉദ്ദേശം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഫോട്ടോ പുറത്തു വരില്ല. അപ്പോൾ ആ ഫോട്ടോയുടെ അർത്ഥം രാഷ്ട്രീയമായ അർത്ഥം നമ്മൾ കൽപ്പിച്ചെടുക്കണം. ഞാൻ പറയുന്നത് സകല പോസിബിലിറ്റിക്കും സാധ്യത കാന്തപുരം ജനലും വാതിലും തുറന്നിട്ടിരിക്കുന്നു. അതിൽ രാഷ്ട്രീയ സാമർഥ്യമുള്ളവർക്ക് അത് മുതലാക്കാം, അല്ലാത്തവർക്ക് പൊട്ടന്മാരെ പോലെ ജീവിക്കാം. ഈ ടൈമിംഗ്, അങ്ങ് പറഞ്ഞതുപോലെ ഈ ടൈമിങ്ങും വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. കേരളത്തിലെ രാഷ്ട്രീയവുമായി അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കാനും കാരണമുണ്ട്. കാരണം ഈ മാധ്യമങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങൾ ഉള്ളവരെ തേടിപ്പിടിച്ച് അവരുടെ ബൈറ്റുകൾ എടുക്കുന്നതിനും ഒരു 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 വ്യഗ്രത കാണിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലായിരിക്കുമെന്ന് എല്ലാവരും കരുതുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ രാജീവ് ചന്ദ്രശേഖറിനോട് പരസ്യമായിട്ട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കാന്തപുരത്തെ കോഴിക്കോട് ചെന്ന് കാണണം ഈ സമയത്ത്. വെറുതെ ഒരു സൗഹൃദ സന്ദർശനം, ആരോഗ്യമൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് കോഴിക്കോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് കയറിയെന്നേ ഉള്ളൂ. ഇത്രേ മാധ്യമങ്ങളോട് പറയാവുള്ളൂ. എന്നിട്ടൊരു ചിരിയും ചിരിക്കണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കേരള രാഷ്ട്രീയം തലകുത്തി മറിയും. അതെ, ബാക്കി ജോലി ഈ മാധ്യമങ്ങൾ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാം. അത് ഈ നമ്മൾ എറണാകുളത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പോത്തിനെ റെയിൽവേ വാഗണിൽ കയറ്റുന്ന കണ്ടിട്ടുണ്ട്, ഓപ്പൺ വാഗണിൽ. പോത്തിനെ വലിച്ചാൽ ഇത് വരില്ല, അതിങ്ങനെ രണ്ട് മുൻകാലുകൾ വെച്ച് ഇങ്ങനെ നമ്മൾ എത്ര വലിച്ചാലും വരില്ല. അപ്പോൾ ഇവർ പോത്തിനെ കൊണ്ടുപോയി വാഗണിൻ്റെ അവിടെ തിരിച്ചു നിർത്തും, എന്നിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വലിക്കും. അപ്പോൾ പോത്ത് പുറകോട്ട് ബലം പിടിക്കുമ്പോൾ ഇവർ കയറങ്ങ് വിട്ടുകൊടുക്കും. പോത്ത് പുറകോട്ട് പോയി വാഗണിലേക്ക് കയറും. അടുത്ത പോത്തിനെ കൊണ്ടുവരും, തിരിച്ചു നിർത്തും, വലിക്കും, പോത്ത് ബലം പിടിക്കും, വിട്ടുകൊടുക്കുമ്പോൾ വാഗണിലേക്ക് കയറും. ഇതുപോലെ മലയാളത്തിലെ മാധ്യമങ്ങളെ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ബലം പിടിക്കും, അപ്പോൾ വിട്ടുകൊടുത്തേക്കുക.